എന്താണ് നിങ്ങളുടെ ഓണവിശേഷങ്ങൾ? ഓണവിശേഷം ഇതൊക്കെ തന്നെ ഓണവിശേഷം. പിന്നെ എല്ലാ വർഷവും അതെ, ഓണം എന്ന് പറയുന്നത് ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് എപ്പോഴും സ്റ്റേജിൽ തന്നെ പ്രോഗ്രാം, ഓണത്തിന്റെ പ്രോഗ്രാം ആണല്ലേ? തുടങ്ങി കഴിഞ്ഞു. 23 മുതൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞു. ഐശ്വര്യമായിട്ട് 23-ാം തീയതി പുതിയ നമ്മളുടെ ഇപ്രാവശ്യത്തെ മലയാളികൾക്കുള്ള ഏറ്റവും വലിയൊരു ഓണ സമ്മാനമായിരുന്നു KSRTC ബസ് 143 പുതിയ ബസ്സുകൾ വരുന്നത്. അപ്പൊ അതിന്റെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് നിശാഗന്ധിയില് ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ എനിക്കൊരു സ്വന്തം മ്യൂസിക് ബാൻഡ് കൃഷ്ണപ്രഭ ലൈവ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിന്റെ ഷോ ഉണ്ടായിരുന്നു. 23 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ശരിക്കും ഓണം ഷോ. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഷോ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളുടെ കൂടെയും വന്ന് കൂടാം എന്ന് വിചാരിച്ചു. എന്താ ഷീലാമ്മയുടെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇതന്നെ കൊച്ചു ഓണം കുറയൊക്കെ പോവുക, അവിടെ ഓണം ആഘോഷിക്കാം. അതാണ് മെയിൻ. അത് ഒന്ന് സിനിമയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് സ്റ്റേജ് ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് അറിയാലോ, ഓണം ഇപ്പൊ നമുക്ക് ടൂറിസം ഒക്കെ ഒത്തിരി പ്രോഗ്രാംസുകൾ, ഇവന്റ്സുകൾ എല്ലായിടത്തും എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പൊ അങ്ങനെ പല പല ജില്ലകളില് എപ്പോഴും എല്ലാ വർഷവും അങ്ങനെ ഓണം പ്രോഗ്രാംസുകളായിട്ട് നിൽക്കാറാണ് പതിവ്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വർഷമാണ് എന്റെ മ്യൂസിക് ബാൻഡ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ദൈവം സഹായിച്ച് കഴിഞ്ഞ വർഷവും നമുക്ക് അത്യാവശ്യം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇത്തവണ വലിയ മോശമില്ലാണ്ട് നമ്മൾ ഓണത്തിന് തന്നെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണം വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചേച്ചി കഴിഞ്ഞ ദിവസം ആര്യ ചേച്ചിയുടെ കല്യാണത്തിന്റെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടപ്പം ചേച്ചി അതിനകത്തൊരു ഷർട്ടും ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ, ലൈക്ക് ഖുഷിയുടെ അപ്പോൾ ഒരു വീഡിയോ ആണ്. അപ്പൊ അതിനകത്ത് കണ്ടപ്പോ ഒരുപാട് കമന്റ്സ്, എന്താണ് കൃഷ്ണപ്രഭ ജീൻസും ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അയ്യൊന്നും ഇവര് കല്യാണത്തിന് ജീൻസും ജാക്കറ്റ് ഒക്കെ ഇട്ടുന്നതായിരിക്കുന്നത്. അല്ല, നിങ്ങൾ കണ്ടിട്ടുള്ളത് ആര്യയുടെ കല്യാണത്തിന്റെ സംഗീത് തലേ ദിവസത്തെ പ്രോഗ്രാമില് നമ്മൾ പ്രോഗ്രാമായിട്ട് ശരിക്കും ഒരു ഇവന്റ് ആയി അത്. അപ്പൊ ഇപ്പൊ സെബിന്റെ ഗ്രൂപ്പുകാരും ആര്യയുടെ ഗ്രൂപ്പുകാരും ശരിക്കും പറഞ്ഞാൽ കുറെ ഡാൻസ്, പാട്ട്, ഞാനൊക്കെ ഡാൻസിലും പാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്ത ഒരു ആക്ട് ആണ് അത്. ഞാൻ കൂടുതൽ അതങ്ങനെ ഒത്തിരി പുറത്തേക്ക് ആക്കുന്നില്ല, അത് യൂട്യൂബിലോട്ട് തന്നെ വരട്ടെ. ഒരു ചെറിയൊരു ആക്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ലൈഫ് സ്റ്റോറി ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതില് സെബിന്റെ ക്യാരക്ടർ ഞാനാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് സെബിന്റെ തന്നെ ജാക്കറ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് അഭിനയിച്ചതാണ്, അല്ലാതെ കല്യാണത്തിന് ജാക്കറ്റ് ഇട്ട് പോയതല്ല. കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കല്യാണം അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും നോക്കിയിരുന്ന ഒരു കല്യാണമാണ് ആര്യയുടെയും സെബിന്റെയും. എന്റെ വളരെ അടുത്ത ഫ്രണ്ട്സ് ആണ് ആര്യ. സെബിനെയും ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാമെങ്കിലും ഇപ്പൊ ആണ് അവര് ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു ഈ കല്യാണത്തിന്റെ ഒരു ടാഗ് ലൈൻ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് കല്യാണം കഴിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിൽ ഒത്തിരി സന്തോഷം. ആര്യാണ് ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സന്തോഷമുള്ളത്. പിന്നെ വളരെ ഇന്റിമേറ്റ് വെഡിങ് ആയിരുന്നു. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോ ഏത് ഓൺലൈൻ മീഡിയയിലൊക്കെ നോക്കിയാലും നമ്മൾ കാണും, പക്ഷെ ഇത് നമ്മൾ അധികം കണ്ടില്ല. അപ്പൊ തന്നെ എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു ഇന്റിമേറ്റ് വെഡിങ് ആണ്. വളരെ കല്യാണം വരും, അത് ഒരു യൂട്യൂബ് ചാനലിലൂടെ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഉണ്ടാവും. കൂടുതൽ നമ്മളൊരു പ്രൈവസി മാനിച്ചും, പിന്നെ അറിയാലോ കല്യാണത്തിന് മുന്നേ തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായ കാര്യങ്ങളുമാണ്. അപ്പൊ പിന്നെ വെറുതെ നമ്മൾ അതിങ്ങനെ ഒരു നമ്മളുടെ ഒരു പ്രൈവസി കളയണ്ട എന്നുള്ള രീതിയിൽ അമ്മയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആര്യ ഒരു പക്ഷെ ആര്യ എപ്പോഴും പറയും ആര്യയുടെ സ്വന്തം അമ്മയെക്കാളും ഭയങ്കര അമ്മയായിട്ട്. അത് അമ്മയായിട്ട് എല്ലാവരും അതെ കേട്ടോ. ഡാൻസ് ആയിട്ടൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ ചെന്നിട്ട് അനുഗ്രഹിക്കാം. അപ്പൊ അങ്ങനെ ആര്യ അമ്മനെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു, ഡാൻസിന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ പാട്ട് പാടി. അപ്പൊ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ കലാപരിപാടി എന്ന് വെച്ചാൽ പായസം വെക്കലാണ്. പായസം വെക്കാൻ അറിയോ ചേച്ചിക്ക് ശരിക്കും? ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് അല്ലേ, അതുകൊണ്ട് ഇൻസ്റ്റന്റ് പായസം മിക്സ് ആണ് വാങ്ങിച്ചു. ഭാഗ്യം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പരീക്ഷിക്കേണ്ട. അതെ, എനിക്ക് നന്നായിട്ട് പായസം ഉണ്ടാക്കാൻ അറിയുന്നത് കൊണ്ട്. അതല്ല, പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ എല്ലാം ഇൻസ്റ്റന്റ് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള പരിപാടികളല്ല. പണ്ടൊക്കെ അമ്മയൊക്കെ നന്നായിട്ട് ഓണത്തിന് പായസം, സദ്യ അതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും ഈ ഒരു ഒന്നാമത് ഇപ്പൊ എന്റെ കൂടെ എപ്പോഴും അമ്മ പ്രോഗ്രാംസിനും ഷൂട്ടിനും ഒക്കെ അങ്ങനെ കുക്ക് ചെയ്യാനുള്ള നേരമൊന്നും ഇല്ല.
അപ്പൊ നമ്മൾ എളുപ്പപ്പണികളായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ എന്തായിരുന്നു കഴിച്ചത്? അതിവിടെ പറഞ്ഞേ പറ്റൂ. അതല്ലല്ലോ, അത് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. അമ്മ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? ചോറും സാമ്പാറ്, മെയിൻ സാധനം പോരട്ടെ, ലൈസ്, ഉപ്പേരിമാരി നല്ലതാണ് ഉണ്ടാക്കും വേണ്ട പാക്കറ്റ് പൊട്ടിക്കാൻ ചോറിന്. ഞങ്ങളുടെ വീട്ടില് ചോറിന്റെ കൂട്ടത്തിലാണേലും ഞങ്ങൾ എപ്പോഴും മിക്സ്ചർ കഴിക്കും. കുറച്ച് അത് ഒരു പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് സംഭാരം, കുറച്ച് നല്ല എരിവുള്ള മിക്സ്ചർ, കുറച്ച് ചോറ്, അച്ചാറ്, കുറച്ച് ചോറ് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മില്ലറ്റ്സ് കഞ്ഞി ഞങ്ങൾ കൂടുതൽ കഴിക്കും. മില്ലറ്റ്സിന്റെ ഇതാണ് കൂടുതൽ. അപ്പൊ അതിന് ഈ ഒരു റെസിപ്പി നല്ലതാണ്. നമ്മള് സംഭാരത്തിന്റെ കൂടത്തിൽ ഇച്ചിരി മിക്സ്ചർ ഇട്ടിട്ട് കഴിച്ചിട്ട് എന്റെ അടുത്ത് പറയണം കേട്ടോ. അതിന്റെ അടിയിൽ കാണണം, അടിപൊളിയാ. കാരണം വെറുതെ എന്തിനാ ഈ 10,000 കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ആര് കഴിക്കാൻ? ഞങ്ങൾ മിക്കപ്പോഴും 2 പേരെ കാണത്തുള്ളൂ. ചേട്ടൻ വരുമ്പോ മാത്രമാണ്, ബ്രദർ വരുമ്പോ മാത്രമാണ് ഒന്ന് കുക്ക് ചെയ്യുന്നതും ഒക്കെ. അതും വളരെ അവിയലൊക്കെ ഉണ്ടാക്കും. കുറച്ച് അവിയലും സാമ്പാറും. പിന്നെ അമ്മ പ്യുവർ വെജ് ആണ്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും വെജ് വെക്കത്തുള്ളൂ. ഞാൻ പുറത്ത് മോൻ വരുമ്പോ മോരൊഴിച്ച് കൂട്ടാൻ, അവിയല്, മെഴുക്കുവരട്ടി. പിന്നെ ഞങ്ങള് നോൺ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് പുറത്തു പോയി കഴിക്കും. വീട്ടിലോട്ട് അങ്ങനെ കൊണ്ടുവരാറില്ല. വീട്ടില് വെക്കത്തില്ല. വീട്ടില് വെജ് മാത്രമേ വെക്കുള്ളൂ. അമ്മ പണ്ടൊട്ടേ അമ്മ പ്യുവർ വെജിറ്റേറിയൻ. അമ്മ നോൺ വെജ് കഴിച്ചിട്ടേ ഇല്ല. ഞാന് ചിക്കനും ഫിഷും കഴിക്കും. അപ്പൊ അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയി വീട്ടിൽ വെക്കത്തില്ല. പിന്നെ പൂച്ചക്കെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് മീൻ അത് പച്ചക്കറി കൊടുക്കും. എവിടെ ശങ്കരി? എവിടെ? അതെ, അത് കറിയൊന്നും വെച്ച് കൊടുക്കണ്ടല്ലോ. ശങ്കരി അവിടെ 2 കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലുണ്ട്. പരിപാടിയിലേക്ക് നമുക്ക് അതെ ഇനി എന്നാ പായസം അമ്മയാണ് പായസത്തിന്റെ ഫുൾ ആള്. പക്ഷെ അമ്മയൊക്കെ എന്താ അറിയോ, അമ്മമാർക്ക് എല്ലാവർക്കും നമ്മളിപ്പോ കുക്ക് ചെയ്യാൻ പോകുന്നത് പാലട പ്രഥമനാണ്. ഈ അടയൊക്കെ ശരിക്കും അമ്മമാർക്ക് പഴയ രീതിയിൽ, അതായത് അട കുക്കറിലിട്ട് തിളപ്പിച്ച് പിന്നെ പാലൊക്കെ തിളപ്പിച്ച് അങ്ങനെ പാലടയിൽ പിന്നെ തേങ്ങാപ്പാല് ഒന്നും വേണ്ടല്ലോ. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് ആണ് അവർക്ക് കൂടുതൽ അറിയാം. ഇൻസ്റ്റന്റ് ഒക്കെ വന്നിട്ട് കുറച്ച് കാലം നമ്മളെപ്പോഴുള്ളവർക്കാണ് ഇൻസ്റ്റന്റ്. അതെ. അപ്പൊ ആദ്യം നമുക്ക് പാല് തിളപ്പിക്കണം. അയ്യോ ഇതെന്താ വരാത്ത? അപ്പൊ ആദ്യം ഇതെടുത്തിലേക്ക് ഒഴിക്കാം. ചട്ടി ചൂടാവണ്ടേ? ചട്ടി കുറച്ചാവട്ടെ. അല്ല വേണ്ട, വേണ്ട, ചൂടായ നമ്മുടെ കൈ കൊള്ളും. പാല് കുറച്ച് ഒഴിക്കാം. ചേച്ചി ഒഴിച്ചു. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കുട്ടി നമുക്ക് പാല് ചോദിച്ചോ. മുഴുവൻ ഒഴിക്കണോ? ഒഴിച്ചോ. മുഴുവൻ ഒഴിച്ചോ. 1.5 ലിറ്റർ പായസം, അല്ല 1.5 ലിറ്റർ പാല് ആദ്യം ചട്ടിയിലിട്ട് തിളപ്പിക്കാം. ചട്ടിയിലിട്ട് തിളപ്പിക്കാം അല്ലേ? ഉരുളിയിലിട്ട് തിളപ്പിക്കുക. അതായത് പാല് ഉരുളിയിൽ തിളപ്പിക്കുക. ചട്ടിയിലിട്ട് തിളപ്പിക്കുക. അടുത്തത് ഇത് മീൻചട്ടി അല്ല കേട്ടോ, ഇത് ഉരുളിയാണ്. ഉരുളി അപ്പൊ തന്നെ മനസ്സിലായില്ലേ അടുക്കളയുടെ ഉരുളിയാട്ടോ. ഇത് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും എന്ന് തോന്നുന്നു. നല്ല ഉരുളിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പാരലലി നമുക്കൊരു പാനില് ഇതൊക്കെ ഒന്ന് വേവിക്കാം. ഒന്ന് വറുത്തെടുക്കാം. വേവിക്കാനല്ല, വറുത്തെടുക്കാം. ഇവിടെ ഞാൻ പാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയമുണ്ട്, ഇത് കായ് വരട്ടെ. അല്ല, അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ആക്കി വെക്കാം. ശരി. നെയ്യ് എന്ത്? നെയ്യ്. അയ്യോ, ഇത് കത്തിക്ക്. അയ്യോ, ഷൂട്ട് ചെയ്യുമ്പോൾ തോക്ക് വെച്ച് ഗൺ. രക്ഷപ്പെട്ടു. ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഈ ഇങ്ങനെ സോസ് പാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണ്ട കേട്ടോ. ഇങ്ങനെ വെച്ചാൽ മതി. വേറൊന്നല്ല, മറിഞ്ഞു വീഴും. ഇതിങ്ങനെ തട്ടി അവസാനം നമ്മുടെ മേത്തോട്ട് ചാടും. ശരി. അപ്പോൾ ബി കെയർഫുൾ. നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കണം. ഈ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ വാല് വെക്കും. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ചിലപ്പോൾ ചട്ടുകം തട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ തട്ടിയിട്ടോ നമ്മുടെ മേത്തേക്ക് ഇത് വീഴും. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് പറയുന്നത്.